വിദേശ സർവകലാശാലകളിൽ പഠിക്കാൻ താൽപ്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഗുണമേന്മയുള്ള സ്ഥാപനം കണ്ടെത്താൻ സഹായിക്കുന്ന സ്ഥാപനമായ സാൽവേ മരിയ പുതിയ ബ്രാൻഡ് അംബാസിഡർമാരെ പ്രഖ്യാപിച്ചു. നടൻ ജയറാമും മകൻ കാളിദാസ് ജയറാമുമാണ് അംബാസിഡർമാർ. കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ ഇരുവരുമായുള്ള കരാർ ഒപ്പുവെച്ചു. And we are going to hand over the contract signing and Mr. Kalidas Jairam. UK, അയർലൻഡ്, ന്യൂസിലൻഡ്, ജർമ്മനി, ഓസ്ട്രേലിയ തുടങ്ങി ഒട്ടേറെ രാജ്യങ്ങളിലെ വിദേശ സർവകലാശാലകളിൽ പഠിക്കാൻ താൽപ്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഗുണമേന്മയുള്ള സ്ഥാപനം കണ്ടെത്താൻ സഹായിക്കുന്ന സ്ഥാപനമായ സാൽവേ മരിയ സ്റ്റഡി എബ്രോഡിന്റെ ബ്രാൻഡ് അംബാസിഡർമാരാവാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് ജയറാമും കാളിദാസനും പറഞ്ഞു. കേരളത്തിലെ ഓരോ മാതാപിതാക്കളുടെയും ഒരു ഡ്രീമാണ്, സ്വപ്നമാണ് മക്കളെ വിദേശത്തേക്ക് അയച്ച് പഠിപ്പിക്കുക എന്ന് പറയുന്നത്. അത് സത്യസന്ധമായി ചെയ്യുന്ന ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ ഒന്ന് അസോസിയേറ്റ് ചെയ്യാൻ കഴിയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം, കാളിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു പ്രസ്റ്റീജായിട്ട് എന്ന് വിചാരിക്കുന്നു. എല്ലാ അക്രഡിറ്റേഷനുകളുമുള്ള സർവകലാശാലകളുമായും സ്ഥാപനങ്ങളുമായും മാത്രമേ സാൽവേ മരിയ സഹകരിക്കാറുള്ളൂവെന്നും എണ്ണത്തിലുപരി ഗുണത്തിനാണ് മുൻഗണനയെന്നും സ്ഥാപകനും സിഇഒയുമായ ബോബി സെബാസ്റ്റ്യൻ പറഞ്ഞു. നമുക്ക് കുട്ടികളോട് മാത്രമല്ല ഒരുപാട് കുടുംബങ്ങളോട് ഈ വർഷം കണക്ട് ചെയ്യാനായിട്ട് സാധിക്കണമെന്നുള്ളതാണ് ഒന്നാമത്തെ നമ്മുടെ ഗോൾ എന്ന് പറയുന്നത്. രണ്ടാമത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ വിദേശ വിദ്യാഭ്യാസം എന്ന് പറയുന്ന മേഖല എല്ലാവർക്കും പരിചിതമാണെന്നുണ്ടെങ്കിലും ഒരു പരിധിവരെ അതിൻ്റെ അകത്ത് അവയർനെസ് ഇനിയും ഉണ്ടാകാനുണ്ട്. അതിൻ്റെ ശരിയും തെറ്റും എല്ലാ കാര്യങ്ങളും ആൾക്കാരിലോട്ട്, കോമൺ മാനിലോട്ട് ഉൾപ്പെടെ എല്ലാവരിലോട്ടും എത്തേണ്ടതായിട്ടുണ്ട് എന്നുള്ള ഒരു ചിന്ത ഞങ്ങൾക്കുണ്ട്. അതേസമയം വിദേശ രാജ്യങ്ങളിലെ ഗുണനിലവാരമുള്ള ഉന്നത സർവകലാശാലകളിലേക്ക് വിദ്യാർത്ഥികളെ കൈപിടിച്ചുയർത്തുന്ന സാൽവേ മരിയയുടെ ബ്രാൻഡ് അംബാസിഡറായി തന്നെയും അച്ഛനെയും തെരഞ്ഞെടുത്തതിനെ സ്വതസിദ്ധമായ കോമഡിയോടെയാണ് കാളിദാസ് ജയറാം വിശദീകരിച്ചത്. ഇതിലെ ഏറ്റവും വലിയ കോമഡി, രണ്ട് പഠിത്തമില്ലാത്ത ആൾക്കാരാണ് ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർ. ഞാനും 12th പാസ്സേ ഉള്ളൂ. ഉടൻ തന്നെ ജയറാം മകനെ ഇങ്ങനെ തിരുത്തി. എൻ്റെ കാളി പറഞ്ഞ കാര്യം, രണ്ട് വിദ്യാഭ്യാസമില്ലാത്ത രണ്ടുപേരെയാണ് ഇവരെടുത്തിരിക്കുന്നത് പറഞ്ഞത്. ഞാൻ മലയാളത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു പത്രം, അവർ എറണാകുളത്ത് ഈ വിദ്യാരംഭത്തിൻ്റെ അന്ന് വിദ്യ കുറിക്കാൻ വേണ്ടി ഒരു 2-3 വർഷം എന്നെ വിളിക്കുകയായിരുന്നു. എന്നെ ഒഴിച്ച് ബാക്കി അങ്ങേയറ്റം വിദ്യാഭ്യാസമുള്ള IAS ബാക്കിയുള്ള അത്രയുള്ള ആളുകളാണ് ബാക്കി. ഞാനാണ് ഏറ്റവും വിദ്യാഭ്യാസം ഇല്ലാതിരിക്കുന്ന ഒരാൾ. ഏകദേശം 1000 കുട്ടികളോളം അക്ഷരം കുറിക്കാൻ വരുമ്പോൾ ഏകദേശം 800 കുട്ടികളോളം എൻ്റെ അടുത്താണ്. ബാക്കി 200 പേരാണ് അവരുടെ അടുത്ത് എല്ലാവരും കൂടി പോകുന്നത്. അപ്പോൾ ഈ വരുന്ന കുട്ടികളോട്, അവരുടെ പേരൻസിനോട് ഞാൻ ചോദിക്കും, അപ്പുറത്ത് ഒരുപാട് നല്ല വിദ്യാഭ്യാസമുള്ള ആൾക്കാരായിരിക്കണം, കുട്ടികൾ നന്നായിട്ട് പഠിക്കണം, അങ്ങോട്ട് കൊണ്ടുപോയി കൂടെ എന്ന് ഞാൻ ചോദിക്കും. ഞങ്ങളുടെ മോൻ ജയറാമായാൽ മതി, അത്രയും വിദ്യാഭ്യാസം ഞങ്ങളുടെ കുട്ടിക്ക് വേണ്ട, ജയറാമ ആവണേന്ന് പ്രാർത്ഥിക്കണേ അവൻ്റെ തലയിൽ വെച്ച് പറഞ്ഞിട്ടാണ് പറയുന്നത്. അപ്പൊ ഇത്രയും വിദ്യാഭ്യാസം മതി എന്ന. സാൽവേ മരിയയുടെ സംഘം സ്ഥിരമായി വിദേശ സ്ഥാപനങ്ങൾ സന്ദർശിച്ച് അതത് സമയങ്ങളിലെ സൗകര്യങ്ങളെപ്പറ്റി കൃത്യമായി മനസ്സിലാക്കുന്നതിനാൽ വിദ്യാർത്ഥികൾക്ക് അവർ അപേക്ഷിക്കുന്ന രാജ്യങ്ങളെയും സർവകലാശാലകളെയും പറ്റി വ്യക്തമായ ചിത്രം നൽകാൻ സാധിക്കുമെന്നും ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർമാരായിരിക്കുന്നതിൽ തങ്ങൾക്ക് അഭിമാനമുണ്ടെന്നും ജയറാം കൂട്ടിച്ചേർത്തു. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.